ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ ചിറയൻകീഴ് താലൂക്കിനടുത്തുള്ള ഒരു കടലോര ഗ്രാമമാണ് അഞ്ചുതെങ്ങ്. ഇവിടെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1695 ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച ഒരു കോട്ടയുണ്ട്. അതാണ് അഞ്ചുതെങ്ങ് കോട്ട അല്ലെങ്കിൽ അഞ്ചങ്കോ ഫോർട്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അന്ന് ആറ്റിങ്ങൽ മഹാറാണി നൽകിയ ഒരു പ്രദേശത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അഞ്ചുതെങ്ങിൽ ഒരു ഫാക്ടറി പണിയാൻ വേണ്ടി 1684 അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കോട്ട പണിതത് ആക്ച്വലി 1695 കടലോര പ്രദേശം ആയതുകൊണ്ട് ആറ്റിങ്ങൽ ഏരിയയിൽ വ്യാപാരത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് ഫ്രഞ്ചുകാരാണ് ഇവിടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്ത് നിന്നത്. അതിനെ അവസാനിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഒരു കോട്ട പണിയാനായിട്ട് തീരുമാനിച്ചത്. ബ്രിട്ടീഷുകാരുടെ മിലിറ്ററി ഓപ്പറേഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടായിട്ട് പിന്നീട് ഈ കോട്ട മാറുകയായിരുന്നു. ഹൈദരാലിയായിട്ടുള്ള യുദ്ധസമയത്ത് വെപ്പൺ സൂക്ഷിക്കാനായിട്ടും ഈ കോട്ട യൂസ് ചെയ്തിരുന്നു. കാരണം ഈ കോട്ടയ്ക്കുള്ളിൽ കുറേ ടണൽസ് ഉണ്ട്. അവിടെയാണ് ഇവർ ഈ വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിച്ചിരുന്നത്. കൂടാതെ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് വഴി കാട്ടാനായിട്ടും ഈ ഒരു കോട്ട യൂസ് ചെയ്തിരുന്നു. സ്ക്വയർ ഷേപ്പിലാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അതിന് 4 കൊത്തളങ്ങൾ അഥവാ ബാസ്റ്റിയൻസ് ഉണ്ട്. ഇതിൽ 2 കടലിനെ ഫേസ് ചെയ്തും 2 കരയെ ഫേസ് ചെയ്തുമാണ് നിൽക്കുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടൊരു സംഘടിതമായിട്ടുള്ള കലാപം ആദ്യമായിട്ട് നടന്നത് ഈ അഞ്ചങ്കോ ഫോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. രാജ്ഞിയെ കാണാനായിട്ട് പോയ ഒരു സംഘം ബ്രിട്ടീഷുകാരെ നാട്ടുകാർ ചേർന്ന് കൊലപ്പെടുത്തുകയും പിന്നെ 6 മാസത്തോളം ഈ ഒരു കോട്ട ഉപരോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വേലുത്തമ്പി ദളവയുടെ സമയത്തും ഇതുപോലൊരു ഉപരോധം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് 1810 ട്രാവൻകൂർ റെസിഡൻ്റ് ആയിരുന്ന മെക്കോലെ ഈ ഒരു കോട്ട തിരിച്ചു പിടിക്കുന്നത്. 1813 കോട്ടയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർത്തലാക്കുകയായിരുന്നു. പിന്നീട് ഈ കോട്ടയും പ്രദേശവും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ പാർട്ടായിട്ട് മാറുകയായിരുന്നു. 1921 കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ളൊരു സ്മാരകമായിട്ട് ഇതിനെ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു സംരക്ഷിത മേഖലയാണ്. ഈ ഫോർട്ടിനകത്തുനിന്ന് കടലിലേക്ക് പോകാനും കടലിൽ നിന്ന് സാധനങ്ങൾ ഫോർട്ടിനുള്ളിലേക്ക് കൊണ്ടുവരാനും ഇവിടെ ഒരു ടണലുണ്ടായിരുന്നു. ആട്, പശു തുടങ്ങിയവയൊക്കെ അതുവഴി ഇറങ്ങിയിട്ട് അപകടത്തിൽപ്പെട്ടത് കാരണം അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. രാവിലെ 9 മണി മുതൽ ഈവനിങ് 5 മണി വരെ ഇവിടെ വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ എൻട്രിയാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അവിടെ വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ വിസിറ്റേഴ്സിനെ അലോ ചെയ്യാറുണ്ട്. അവിടെ ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നും വർക്കിലേക്ക് പോകുന്ന കോസ്റ്റൽ റോഡ് വഴി പോകുമ്പോഴാണ് അഞ്ചുതെങ്ങ് വരുന്നത്. ഏകദേശം 30 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ഫോർട്ടിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ 12 കിലോമീറ്റർ അപ്പുറത്തുള്ള വർക്കലയാണ്. ബൈ ബസ് ആണെങ്കിൽ കടക്കാവൂറാണ് ഏറ്റവും അടുത്ത ബസ് സ്റ്റാൻഡ്. ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, വിച്ച് ഈസ് 35 കിലോമീറ്റേഴ്സ് അവേ. അഞ്ചങ്കോയിൽ ധാരാളം ശവകുടീരങ്ങൾ ഉണ്ടായിരുന്നു. പഴയ ബ്രിട്ടീഷുകാരെ അടക്കിയ സ്ഥലങ്ങളാണിത്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ശവകുടീരങ്ങളിലൊന്നിൽ ഇവിടുത്തെ കമാൻഡറായ ജോൺ ബാബോണിൻ്റെ പത്നിയായിട്ടുള്ള ഡി ബോക്ക് എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 1676 ജനിച്ച ഇവർ 1704 മരിച്ചതായിട്ടാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സിറ്റിയോട് ഇത്രയും അടുത്ത് കിടക്കുന്ന ഈ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് മിസ് ചെയ്യണ്ട കേട്ടോ. സീ യു സൂൺ വിത്ത് നെക്സ്റ്റ് വൺ. അൺടിൽ ദെൻ, അഡിയോസ് അമിഗോസ്.